നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾക്കുള്ള ഒരു തുറന്ന കത്തുമായാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം തുടങ്ങുന്നത്. ജിഷ്ണു കേസ് പ്രചാരമെന്ത് സത്യമെന്ത് എന്ന തലക്കെട്ടിലുള്ള സർക്കാരിന്റെ പത്രപരസ്യം വായിച്ചു. സത്യമെന്ത് എന്നും സർക്കാരിന്റെ പ്രചാരം ഏത് വഴിക്കാവുമെന്നും ഈ പത്രപരസ്യം വ്യക്തമാക്കി തരുന്നുണ്ട്. ഖജനാവിലെ പണം, ഞങ്ങൾ നികുതി തരുന്ന പണമെടുത്ത് പോലീസിനെ ന്യായീകരിക്കുന്ന പത്രപരസ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ ഇന്ന് അവഹേളിച്ചത് ജിഷ്ണുവിന്റെ കുടുംബത്തെ മാത്രമല്ല, താങ്കൾ അവഹേളിച്ചത് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയുമാണ്. താങ്കൾ മലപ്പുറത്ത് പറഞ്ഞതും CPM സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പും മുഴുവൻ മാധ്യമങ്ങളും കൊടുത്തത് പണം കൊടുത്തിട്ടല്ലോ. പിന്നെ ലക്ഷങ്ങൾ മുടക്കി എന്തിനായിരുന്നു ഈ പത്രപരസ്യം? സ്വയം വിശദീകരിക്കാൻ വഴിയില്ലാത്ത പൊളിഞ്ഞ ചിട്ടിക്കമ്പനികളെ പോലെയെന്ന് രമേശ് ചെന്നിത്തല പരിഹസിക്കുമ്പോൾ താങ്കൾക്ക് മറുപടിയുണ്ടോ ശ്രീ പിണറായി വിജയൻ? ഇന്ന് താങ്കൾ തൃശൂരിൽ പറഞ്ഞത് സർക്കാരിനെ കെണിയിൽപ്പെടുത്താൻ നടക്കുന്ന ശ്രമം വിലപ്പോവില്ല എന്നാണ്. മുഖ്യമന്ത്രി, പടുകുഴിയിലേക്ക് വീണ്ടും വീണ്ടും വീഴുന്ന ഈ സർക്കാരിനെ ആര് കെണിയിൽപ്പെടുത്താനാണ്? മഹിജയ്ക്കും കുടുംബത്തിനുമൊപ്പമെന്ന് ഇന്നും താങ്കൾ ആവർത്തിക്കുന്നത് കേട്ടു. അങ്ങനെയെങ്കിൽ 14 പോയിന്റിൽ താങ്കളുടെ പോലീസിനെ ന്യായീകരിച്ച് ലക്ഷങ്ങൾ മുടക്കും മുമ്പ് താങ്കൾ കേൾക്കേണ്ടിയിരുന്നത് മഹിജയ്ക്കും കുടുംബത്തിനും എന്ത് പറയാനുണ്ട് എന്നതായിരുന്നില്ലേ? ഇന്ന് വരെ മഹിജയും കുടുംബവും സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് അവർ പറഞ്ഞത് താങ്കൾ കേട്ടോ മുഖ്യമന്ത്രി? എനിക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ച് ബോധ്യപ്പെട്ടിട്ട് വേണ്ടേ ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കാൻ? നമ്മുടെ ഗവൺമെന്റ് നമുക്കെതിരാണോ എന്ന് സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. മന്ത്രി KK ശൈലജയും ഇന്ന് ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മഹിജയെ ആരെങ്കിലും വലിച്ചിഴച്ചോ ദ്രോഹിച്ചോ എന്നതാണ് പ്രസക്തമായ ചോദ്യമെന്നും അത് തീരുമാനിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്നുമാണ് മന്ത്രി KK ശൈലജയുടെ വിശദീകരണം. മിനിസ്റ്റർ, താങ്കളും ഒരു സ്ത്രീയാണ്. ജിഷ്ണുവിനെ പ്രസവിച്ച വയറിനാണ് പോലീസിന്റെ ബൂട്ട് കൊണ്ടുള്ള തൊഴിയേറ്റത്. ആ അമ്മ പറയുന്നതിനെ വിശ്വസിക്കരുത് എന്നാണ് താങ്കൾ പറയുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ കാട്ടാനാവില്ലെങ്കിലും വനിതാ മാധ്യമ പ്രവർത്തകർ കണ്ടിട്ടുണ്ട് അടിവയറ്റിലെ ആ നീലിച്ചപ്പാട്. താങ്കൾക്കും അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാമായിരുന്നു മന്ത്രി. കാര്യങ്ങൾ വഷളാക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിന് മാത്രമാണ്. മഹിജയുടെ സമരത്തെ റദ്ദാക്കാൻ ആശുപത്രിയും ഒത്തുകളിക്കുന്നതിന്റെ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ദ്രവരൂപത്തിൽ ആഹാരം കഴിക്കുന്നുണ്ട് എന്ന വാർത്താക്കുറിപ്പിലൂടെ അവർ വ്യക്തമാക്കിയതും അതാണല്ലോ. ഒടുവിൽ ഡ്രിപ്പും വേണ്ടെന്ന് വെച്ചതോടെ മഹിജയെ ICUവിലേക്ക് മാറ്റിയിരിക്കുന്നു. മഹിജയും മാധ്യമങ്ങളും തമ്മിലുള്ള ആശയവിനിമയം ഒഴിവാക്കാമല്ലോ. മഹിജ മാത്രമല്ല, വളയത്ത് ഒരു 15-കാരിയും തൊണ്ട നനയ്ക്കാതെ കഴിയുന്നുണ്ട്. ഇടയ്ക്ക് വെള്ളമാകാമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഉപദേശത്തെ നിരസിച്ച് ജ്യേഷ്ഠനു വേണ്ടി മരിക്കാനും തയ്യാറായി ഒരു പെൺകുട്ടി. അവൾക്ക് കാവലാളായി താങ്കളുടെ പാർട്ടിയും അവിടെയുണ്ട്. താങ്കൾ ഉദ്ദേശിച്ച കെണി താങ്കളുടെ ഉപദേശകരാണ് ഒരുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി. അതിന്ന് പത്രപരസ്യമായി പുറത്തു വന്നല്ലോ. ഇനിയിപ്പോൾ എന്തിനാണ് IG-യുടെ റിപ്പോർട്ട്? അതിനേക്കാൾ വലിയ റിപ്പോർട്ട് ഇന്ന് പത്രത്താളുകളിൽ വന്നു കഴിഞ്ഞു. പോലീസിനെ കുറ്റവിമുക്തമാക്കിയ പത്രപരസ്യത്തിലൂടെ സർക്കാർ വലിച്ചിഴച്ചില്ലേ മഹിജയുടെ മാനത്തെ എന്ന വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. പത്രപരസ്യം വഴി പോലീസിനെ ന്യായീകരിച്ച് പിണറായി സർക്കാർ പരിഹാസ്യരായി. 2. പൊതുപണം ധൂർത്തടിച്ചു വേണോ പൊതുവികാരത്തെ പ്രതിരോധിക്കാൻ? 3. വേദനിപ്പിച്ചു എന്ന മഹിജയുടെ മറുപടി ലക്ഷങ്ങൾ മുടക്കിയവർക്ക് കിട്ടേണ്ട ശിക്ഷയോ? 4. ICUവിലായ അമ്മയും ജലപാനമില്ലാത്ത മകളും പിണറായിയുടെ മനസാക്ഷിയെ പൊള്ളിക്കാത്തത് എന്തുകൊണ്ടാണ്? 5. ICUവിലേക്ക് മാറ്റിയ മഹിജയുടെ സമരം ICUവിലാക്കുന്നത് സർക്കാരിനെയാണോ? 6. തിരുത്താനൊരുങ്ങിയ കാനത്തെ വിരട്ടാനാണോ കാരാട്ട് കഷ്ടപ്പെട്ട് കേരളത്തിൽ വന്നത്? ചർച്ചയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് വക്താവ് PC വിശ്വനാഥ് കോഴിക്കോട് നിന്ന്, CPM നേതാവ് P ബിജു കോട്ടയത്ത് നിന്ന്, RMPയുടെ നേതാവ് KS ഹരിഹരൻ തിരുവനന്തപുരത്തുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ നിന്നും ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ജിഷ്ണുവിന്റെ അമ്മാവൻ KK ശ്രീജിത്തിനെയും സാമൂഹ്യ പ്രവർത്തക പാർവതിയെയും ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ P ബിജു, എന്തിനായിരുന്നു ലക്ഷങ്ങൾ മുടക്കിയുള്ള ഈ പത്രപരസ്യം? എന്ത് വിശദീകരിക്കാനായിരുന്നു? കഴിഞ്ഞ 2 ദിവസമായി തെറ്റായ പ്രചാരവേലയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ഇതിൻ്റെ വസ്തുത കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ശ്രീ P ബിജു, ആരാണ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത്? മഹിജയും കുടുംബവുമാണോ? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ആരാണോ ഇത് പ്രചരിപ്പിക്കുന്നത്? മഹിജയും കുടുംബവുമാണ്
പോലീസിന്റെ അതിക്രമം ഉണ്ടായി എന്നും പരിക്കേറ്റു എന്നും പറഞ്ഞത്. ആ കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് ഇന്നത്തെ പത്രപരസ്യം. അല്ല, ഇതിനകത്ത് പത്രപരസ്യം ഗവൺമെൻറ്റിൻ്റെ വേർഷനാണ്. ഗവൺമെൻറ് വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ, കേരളത്തിലെ എല്ലാ ജനങ്ങളും വായിക്കുന്നതിന് വേണ്ടി തെറ്റായ പ്രചാരവേല മാധ്യമങ്ങൾ ഒരു സംഘടിതമായി നടത്തുന്നു. ശരിയായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. ഈ ഗവൺമെന്റ് സംഭവവുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഹിജയുടെ സമരം ഉണ്ടാകുമ്പോഴും പോലീസ് അതിക്രമം നടക്കുമ്പോഴും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പലതരത്തിൽ വിശദീകരണം നടത്തുന്നുണ്ട്, പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ അപ്പോൾ കൊടുക്കുന്നുണ്ട്. CPM സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയും വന്നു, അതും കൊടുത്തു. എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. ഇത് പൈസ തന്നിട്ടല്ലോ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഒരു പത്രപരസ്യം ലക്ഷങ്ങൾ കൊടുത്ത് നൽകിയത്? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ സംഭവം DGP ഓഫീസിന് മുന്നിലുണ്ടായപ്പോൾ നിങ്ങൾ കൊടുത്ത വാർത്ത എന്തായിരുന്നു? ജിഷ്ണു പ്രണോയുടെ അമ്മയെ വലിച്ചിഴച്ചു പോലീസ്. വലിച്ചിഴച്ചിട്ടുണ്ട്. അവർക്ക് അടിവയറ്റിന് പരിക്കുണ്ട്, നീല നിറം അവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പോയി കാണാൻ പറ്റില്ല. നിങ്ങൾക്കിടയിൽ വനിതാ മന്ത്രിമാരുണ്ട്, അവർക്ക് പോയി കാണാമല്ലോ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളുണ്ടല്ലോ, അവർക്ക് പോയി കാണാമല്ലോ. എന്തുകൊണ്ട് അത് സ്ഥിരീകരിക്കുന്നില്ല? നിങ്ങൾ ഇങ്ങനെ ഒരു പത്രപരസ്യം കൊടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു ശ്രീ പി ബിജു? ആദ്യം ഈ ആരോപണം ഉന്നയിച്ചവരോട് ചോദിക്കണം, കൃത്യമായി അവരെ കാണണം, അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് കേൾക്കണം. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പത്രപരസ്യം കൊടുക്കേണ്ടത്. അല്ലാതെ മഹിജയ്ക്കൊപ്പമാണ്, മഹിജയുടെ കുടുംബത്തിനൊപ്പമാണെന്ന് ഒരു വശത്ത് പറയുക, മറുവശത്ത് അവർ പറയുന്നത് എല്ലാത്തിനെയും റദ്ദാക്കിക്കൊണ്ട് നിങ്ങൾ പത്രപരസ്യം കൊടുക്കുക. എന്ത് വിശദീകരണമാണിത്? നിങ്ങൾ ജനങ്ങളെ എന്ത് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്? സ്മൃതി, നിങ്ങൾ എത്ര തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഏശാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ വിശദീകരിക്കാനും പറ്റുന്നില്ല ശ്രീ ബി ബിജു. നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ വിശദീകരിക്കാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു ന്യായീകരണം പറയാനില്ലാത്തതുകൊണ്ട് നിങ്ങളക്കമിട്ട് 14 കാരണങ്ങൾ പത്രപരസ്യമായി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ്. നിങ്ങൾക്ക് ഒരു കാര്യവും കൃത്യമായി വിശദീകരിക്കാൻ ഒരു മന്ത്രിക്കും നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും സാധിക്കാത്തത് കൊണ്ടാണ് ഈ 14 പോയിന്റുകളുമായി ഒരു പത്രപരസ്യം നിങ്ങൾക്ക് നൽകേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പരിഹാസ്യരായി എന്നല്ലാതെ ഒരു വിശദീകരണവും ജനം വിശ്വസിക്കുമെന്ന് താങ്കൾ കരുതരുത് ശ്രീ പി ബിജു. വിഷ്ണുനാഥ്, ഈ പത്രപരസ്യം ചിട്ടി കമ്പനിയുടെ പത്രപരസ്യം പോലെയല്ലേ? അടുത്ത കാലത്ത് ഒരു തൊഴിൽ സമരം ഉണ്ടായിരുന്നു മുത്തൂറ്റ് എന്ന് പറഞ്ഞ ധനകാര്യ സ്ഥാപനത്തിനെതിരെ. ഇത്രയും വലിപ്പത്തിൽ ഒരു പരസ്യം അവരും കൊടുത്തിരുന്നു. മുത്തൂറ്റ് ഇതിൽ യാതൊരു തൊഴിലാളി ദ്രോഹവും നടക്കുന്നില്ല, അവിടെയെല്ലാം നല്ലതായിട്ടാണ് നടക്കുന്നത്, അവർക്കെതിരെ നടത്തുന്ന സമരങ്ങൾ എല്ലാം അപവാദ പ്രചരണങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പരസ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ക്ലിയർ കറപ്ഷനാണ്. കാരണം ഒരു പോലീസ് അതിക്രമം ഉണ്ടായി എന്നുള്ളത് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക്, ദൃശ്യമാധ്യമങ്ങൾ കണ്ടവർക്ക് മാത്രമല്ല, ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ആതുരാലയമാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറിൻ്റെ നിയന്ത്രണത്തിലുള്ള, പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ മഹിജയ്ക്ക്, ജിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് അവിടെ ചെന്ന IGയെയും DGP അവർ കാണിച്ചു കൊടുത്തു എന്ന് അമ്മാവൻ ശ്രീജിത്ത് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് പോലീസ് പറയുന്ന, കുറ്റക്കാർ പറയുന്ന, അതിക്രമം കാട്ടിയവർ പറഞ്ഞ കാരണങ്ങളെ വെച്ചുകൊണ്ട് ഈ നികുതിദായകൻ്റെ പണം പോലീസിൻ്റെ അതിക്രമത്തിന് അല്ലെങ്കിൽ പോലീസിൻ്റെ തോന്നിവാസത്തിന് ന്യായീകരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നികുതിദായകൻ്റെ പണം ഉപയോഗിക്കാൻ ഈ സർക്കാരിന് ആരാണ് അവകാശം നൽകിയത്? ആരാണ് അനുവാദം നൽകിയത്? ഇത് ക്ലിയർ കറപ്ഷൻ അല്ലേ? ഇത് അഴിമതിയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ചേളാരിയിൽ പ്രസംഗിച്ചത് തത്സമയം എല്ലാ ചാനലുകളും കൊടുത്തല്ലോ. ഏതെങ്കിലും പത്രമോ മാധ്യമങ്ങളോ ഏതെങ്കിലും വാർത്താ സംസ്കരണം നടത്തുന്നെങ്കിൽ ഈ പരസ്യത്തിനൊരു ന്യായീകരണം എന്ന് വെച്ചാൽ ഈ പറയുന്നതിൽ വസ്തുതയില്ലെങ്കിൽ പോലും ഒരു പരിശ്രമത്തിന് ന്യായീകരണമുണ്ട്. ഇവിടെ അതല്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയായിരുന്നു. കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ മൃദുവായി മഹതി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചാൽ എങ്ങനെയാണ് പരിക്കുണ്ടാവുക? അവർക്ക് നടുവിൽ പരിക്കുണ്ട്, വയറ്റിൽ പരിക്കുണ്ട് എന്നൊക്കെ ഡോക്ടർമാർ പറയുകയാണ്. ഇതിലിപ്പോൾ ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് തന്നെ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിലേക്ക് പോയ ശേഷം നമുക്ക് മറ്റതിഥികളിലേക്ക് വരാം. ശ്രീജിത്ത്, ഇത്രയും ദിവസം നിങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തില്ല, പോലീസ് വേറെ സർക്കാർ വേറെ എന്നൊരു അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന പത്രപരസ്യം സർക്കാരും പോലീസും വേറെയല്ല, ഒന്നാണ് എന്ന് വ്യക്തമാക്കുന്നതല്ലേ? മഹിജയെ അപമാനിക്കുന്നതല്ലേ ഈ പത്രപരസ്യം? തീർച്ചയായും ഈ പത്രപരസ്യം വസ്തുതകൾക്ക് വിരുദ്ധമാണ്.
ഈ പത്രപരസ്യത്തിന്റെ ആദ്യത്തെ 8 ഭാഗം 8 ഖണ്ഡികകൾ ഒരു പരസ്യത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാതൃഭൂമി ചാനലിലൂടെ ഉൾപ്പെടെ പറഞ്ഞതിന്റെ ഭാഗമായി സൗജന്യമായി കേരള ജനതയിലെത്തിയതാണ്. ഈ 8 ഭാഗത്തിനെതിരെ ഒരു വിയോജിപ്പ് കേരളത്തിൽ ആരെങ്കിലും രേഖപ്പെടുത്തിയാൽ മാത്രമേ വിശദീകരണമായി ഇത്തരം ഒരു പരസ്യം കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അടുത്ത വരുന്ന ഘട്ടത്തിലെ മുഴുവൻ കളവാണ്, കേരള ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഈ 6 പേർ മാത്രമാണ് മഹിജയോടൊപ്പം ഉണ്ടായി എന്നുള്ള പമ്പര വിഡിത്തവും വാസ്തവവിരുദ്ധമായ കാര്യം ഈ PRDയിലെ ഉദ്യോഗസ്ഥർ ലക്ഷക്കണക്കിന് രൂപ മുതൽമുടക്കി പരസ്യം ചെയ്യുമ്പോൾ സാധാരണക്കാരന്റെ നികുതി പണമാണ് ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പണം ഉപയോഗിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞങ്ങൾ 14 പേരാണ് ഈ 4-ാം തീയതി വൈകിട്ട് വളയത്ത് നിന്ന് പുറപ്പെട്ടത്. വളയത്ത് പുറപ്പെടുത്തുന്നത് ഈ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ സഖാക്കൾ ഞങ്ങളെ യാത്രയപ്പ് നൽകിയതാണ്. ജിഷ്ണുവിന്റെ അച്ഛനൊരു രക്തഹാരം അണിയിച്ചുകൊണ്ടാണ് യാത്രയപ്പ് നൽകിയത്. ഞങ്ങൾ ഇവിടെ കള്ളവണ്ടി കയറി വന്നവരല്ല. ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ റിസർവേഷൻ ടിക്കറ്റ് എടുത്ത് വന്നവരാണ്. ഈ സമരത്തിന് മുന്നോടിയായി 26-ാം തീയതി മുമ്പും ഞങ്ങൾ റിസർവ് ചെയ്തിരുന്നു. അന്ന് DGP നൽകിയ ഉറപ്പിനെ തുടർന്ന് 4800 രൂപയോളം നഷ്ടപ്പെടുത്തി ഞങ്ങൾ സമരം വേണ്ടെന്ന് വെച്ചവരാണ്. അപ്പോ ഈ റെയിൽവേ ടിക്കറ്റ് സാക്ഷിയാണ് ഞങ്ങൾ 14 പേരിൽ നിന്ന്. അതൊന്നും വേണ്ട. 5-ാം തീയതി ഞങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം ഞങ്ങളെ 3 പേരെ ആശുപത്രിയിലേക്കും മറ്റ് 11 പേരെ പോലീസ് കസ്റ്റഡിയിലേക്കും പോയി. അവിടെ അവരെ വിട്ടയക്കുമ്പോൾ ഇവരുടെ പേരും വിലാസവും വിഷ്ണുവുമായുള്ള ബന്ധുത്വവും എഴുതി വെച്ചിട്ടുണ്ട് 11 പേരുടെ. ഈ മിനിമം കാര്യങ്ങളെങ്കിലും പരിശോധിക്കാതെ ഉത്തരവാദിത്വരഹിതമായാണ് ഈ പരസ്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്തൊരു പരിഹാസ്യമാണ്. മഹിജയെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഒരു സഹായഹസ്തം നൽകിയതുപോലെയാണ് പറയുന്നത്. മഹിജ ICUലാണ്. മഹിജയെ അടിവയറിലും ഈ ചവിട്ടേറ്റു എന്ന് ആരോഗ്യവകുപ്പിന്റെ പത്രക്കുറിപ്പ് പറയുന്നുണ്ട്. ഇതാരാണ് ചവിട്ടിയത്? ഇത് ഞങ്ങൾക്കൊക്കെ പരിക്ക് പറ്റി. എനിക്ക് ഏറ്റ പരിക്ക് ഇവിടെ വീഡിയോ ദൃശ്യമുണ്ട്. ഇതൊക്കെ പരിശോധിക്കൂ. ഇങ്ങനെ വസ്തുതാരഹിതവും കളവുമായിട്ടുള്ള ഒരു ദൃശ്യങ്ങളും ഇല്ല എന്ന് മുഖ്യമന്ത്രി ഇന്നും ആവർത്തിക്കുകയാണ്. ശ്രീജിത്ത്, ഇനി നിങ്ങളിപ്പോൾ IG-യുടെ റിപ്പോർട്ടിന് കാത്തു നിൽക്കുന്നുണ്ടോ? IG ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്. ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അതിന്റെ കാലതാമസം നമ്മൾ സംശയത്തോടെ വീക്ഷിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഒരു റിപ്പോർട്ടിന് ആവശ്യമുണ്ടോ? റിപ്പോർട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു പത്രപരസ്യമായി. IG ഞങ്ങളെ വളരെയേറെ വഞ്ചിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് നികുതി ലഭിക്കൂ എന്ന് കരുതിയാണ് ഞങ്ങളുടെ സഹോദരിയുടെ ദേഹത്തെ പരിക്ക് ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തത്. അദ്ദേഹമാണ് ഇത്തരത്തിൽ തെറ്റായ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആ തെറ്റായ റിപ്പോർട്ട് അതേപടി വിശ്വസിച്ച് ഇന്നും മുഖ്യമന്ത്രി പറയുകയാണ് തൃശ്ശൂരിൽ സർക്കാരിനെ കെണിയിൽപ്പെടുത്താനുള്ള ചിലരുടെ ശ്രമം അത് വിലപ്പോകില്ല എന്ന്. നിങ്ങളെയാണോ ഉദ്ദേശിച്ചത് കെണിയിൽപ്പെടുത്താനെന്ന്? നിങ്ങൾ ഇനിയും ഈ സർക്കാരിൽ വിശ്വസിക്കുന്നുണ്ടോ ശ്രീജിത്ത്? ഞങ്ങൾ ഒരിക്കലും കെണിയിൽപ്പെടുത്തുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവില്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഒരു വശത്ത് മഹിജയ്ക്കും കുടുംബത്തിനും ഒപ്പമാണെന്ന് പറയുന്നു, മറുവശത്ത് നിങ്ങൾ പറഞ്ഞതിനെ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് പരിക്കേറ്റിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങൾ 6 പേർ മാത്രമെന്ന് ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ ഒരു പത്രപരസ്യം നിങ്ങളോട് ഒരിക്കൽ പോലും ചോദിക്കാതെ, മഹിജയുടെ പ്രതികരണം അതായിരുന്നു, ഒരിക്കൽ എന്നോട് ചോദിക്കാമായിരുന്നല്ലോ, ഒരിക്കലും നിങ്ങളുടെ പ്രതികരണം ആരായാണ്ട് ഇങ്ങനൊരു പത്രപരസ്യം നൽകുന്നു. ഈ സർക്കാർ നിങ്ങൾ ഇനിയും വിശ്വസിക്കുന്നുണ്ടോ? ഈ സർക്കാർ ഞങ്ങളുടെ ഒക്കെ അധ്വാനത്തിന്റെ ഉൽപ്പന്നമാണ്. ജിഷ്ണുവിന്റെ ആത്മാവ് ആഗ്രഹിച്ച ഒരു സർക്കാരാണ്. അതിലെ ആരെങ്കിലുടെ ഭാഗത്തുനിന്ന് ചെറിയ തെറ്റുകളോ ധാരണ പിശകുകളോ കൊണ്ട് ഏതെങ്കിലും തരം വിമർശനങ്ങൾ വന്നാൽ അതിനെ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സർക്കാരിനെ ആകെ മോശപ്പെടുത്താനോ ഈ സർക്കാരിനെ തള്ളിപ്പറയാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങൾ. കോടിയേരി പറഞ്ഞതെന്ന് കേട്ടിരുന്നോ? ഇല്ല, ഞാൻ ആശുപത്രിയിലായിരുന്നു. കോടിയേരി പറഞ്ഞത് താങ്കൾ അറിഞ്ഞിരുന്നോ? നിങ്ങൾ പറയുന്നത് പോലെയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല സർക്കാരിനെന്ന്. അത് എങ്ങനെയാണെന്നറിയില്ല, ഞാൻ കേട്ടിരുന്നില്ല. ദയവ് ചെയ്ത് ഞങ്ങൾ വളരെ മിനിമം ആവശ്യമാണ് ഉന്നയിച്ചത്. ഈ ആവശ്യങ്ങൾ തള്ളണമെന്ന്, നിങ്ങളുടെ ആവശ്യം ശരിയല്ല എന്ന് ഞങ്ങളെ ഈ പറയുന്നവരാരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാം. ശ്രീജിത്ത് ഇപ്പോൾ ഐസിയുയിലേക്ക് മഹിജയെ മാറ്റിയിരിക്കുന്നു. അതും ഒരു തന്ത്രമാണ് എന്ന് കരുതേണ്ടി വരില്ലേ? ഐസിയുയിലേക്ക് മാറ്റുന്നതോടുകൂടി മാധ്യമങ്ങളുമായുള്ള മഹിജയുടെ ബന്ധം അത് അവസാനിക്കുകയാണ്. അതും ഒരു തരത്തിൽ തന്ത്രമാകേണ്ടതല്ലേ? ഇപ്പോൾ ആശുപത്രി നേരത്തെ പറഞ്ഞ വാർത്താക്കുറിപ്പിൽ, നേരത്തെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലും ദ്രവരൂപത്തിൽ ആഹാരം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മഹിജയെ അപമാനിച്ചിട്ടുണ്ട്. ഒരുപാട് ഈ ന്യായമായ ഒരു
ഒരു നീതി, ഒരു തരിമ്പ് നീതി ഞങ്ങൾക്ക് തരുന്നതിന് പകരം പോലീസ് നിരന്തരം കുതന്ത്രങ്ങൾ പയറ്റുകയാണ്. ഞങ്ങളുടെ കുഞ്ഞു മകള് വിഷ്ണ അവിടെ വീട്ടിൽ ഞങ്ങളുടെ ആരുടെയും സമ്മതം ചോദിക്കാതെ പ്രഖ്യാപിച്ച ഒരു സമരം അവൾ നിരാഹാരം കിടക്കുകയാണ്. അവളെ ആശുപത്രിയിലേക്ക് മാറ്റി ആ സമരവും തകർക്കുക എന്നുള്ളൊരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ മിനിമം നീതി ലഭിക്കുമെന്ന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഏറ്റവും സാധ്യമായ ഒരു കാര്യമാണ് ഒരു ക്രിമിനൽ ആയിട്ടുള്ള സുനിൽ കുമാർ, ഞാൻ ക്രിമിനൽ എന്നുള്ള ഭാഷയാണ് പ്രയോഗിക്കുന്നത്, ഇവിടുത്തെ ഈ എസ്ഐ സുനിൽ കുമാറിനെ എങ്കിൽ നടപടിയെടുക്കൂ. ഞങ്ങളെ ആക്രമിച്ച ഇവിടുത്തെ ACP ബൈജുവിനെതിരെ നടപടിയെടുക്കൂ. ഇവർക്കെതിരെ ഇത് ക്രിമിനൽ ആണ് എന്നതിന്റെ ഒരു FIR എന്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ പറയുന്നത്. എന്തിന് പോലീസിലെ ക്രിമിനലുകളെ നമ്മൾ സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് എനിക്ക് ഉയർത്താനുള്ളത്. വളരെ നന്ദി ശ്രീജിത്ത്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനിടയ്ക്കും ആശുപത്രിയിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ നമ്മോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി ശ്രീജിത്ത്. അഡ്വക്കേറ്റ് ജയശങ്കർ, വലിയ വില കൊടുക്കേണ്ടി വരില്ലേ സർക്കാരിന്റെ ഈ നടപടികൾക്ക്, ഇപ്പോഴും നടത്തുന്ന വിശദീകരണങ്ങൾക്ക്? അല്ല, സർക്കാരിന് ഇതിൽ തന്ത്രപരമായ ഒരു പാളിച്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ മഹിജയും കുടുംബാംഗങ്ങളും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുമ്പോൾ അവരെ മാന്യമായി സ്വീകരിക്കുകയും അവർക്ക് പറയാനുള്ള കേൾക്കുകയും അവരോട് സഹതാപത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറുക എന്നുള്ളതായിരുന്നു ഏറ്റവും ലളിതവും ന്യായയുക്തവുമായിട്ടുള്ള തീരുമാനം. ഇപ്പോൾ ഈ കാര്യത്തിൽ സർക്കാരിന് പല പരിമിതികളുമുണ്ട്. എന്താ വെച്ചാൽ സുപ്രീം കോടതിയിൽ നിന്ന് വരെ പോയിട്ടും കൃഷ്ണദാസിൻ്റെ ജാമ്യം റദ്ദാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുകയാണ്. മറ്റ് പ്രതികൾ ഒളിവിലും തെളിവിലും ഒക്കെ ഇട്ട് നിൽക്കുന്നു. അവരെ പിടിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ അവരോട് വ്യക്തമായി ബോധിപ്പിക്കുക. തെളിവുകൾ ശേഖരിച്ചിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്, കൃത്യമായിട്ടല്ല FIR തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഈ 5 പ്രതികളെ പിടിച്ചു എന്ന് മേനി പറയുന്നുണ്ട് സർക്കാർ. പക്ഷേ ഈ 5 പ്രതികളെ എന്ന് പറഞ്ഞത് അവിടുത്തെ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചതാണ്, അവിടുത്തെ വന്നിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിനാതെ പോലീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഈ ബഹളവും സമരവും പ്രതികരണങ്ങൾക്കും ശേഷം മാത്രമാണ് നടപടികളിലേക്ക് പോലീസ് പോയിട്ടുള്ളത്. അല്ല, നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനം ആ രീതിയിലാണല്ലോ. ഇത് മൊത്തത്തിൽ ഇതിപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, വളരെ കാലങ്ങളായിട്ട് ഈ രീതിയിലാണ് പോകുന്നത്. ഞാനിപ്പോൾ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. പക്ഷേ സത്യത്തിൽ ഇതിൽ സർക്കാരിന് പറ്റിയ പാളിച്ചയാണ് ഞാൻ പറയുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ കേസിൽ മാത്രമല്ല, പല കേസുകളിലും ഉണ്ടാവും. സർക്കാരിൻ്റെ ഭാഗത്ത് നയപരമായ ഒരു പാളിച്ച പറ്റിയത് ഇതുപോലൊരു സംഭവം ഉണ്ടാകുമ്പോൾ വൈകാരികമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവർ വിരുദ്ധ പാർട്ടിക്കാരല്ല, BJPക്കാരല്ല, കോൺഗ്രസ്സുകാരല്ല, മുസ്ലിം ലീഗുകാരല്ല, CPMകാരാണ്. കഴിഞ്ഞ ഇപ്പോൾ ജിഷ്ണു പ്രണോയി എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ തന്നെ പിണറായി വിജയൻ്റെ ഒരു ആരാധകനായിരുന്നു. അപ്പോൾ അതുപോലൊരു കുടുംബത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് ഇതുപോലൊരു ദുരനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ കുറ്റവാളികളാണെന്ന് വിചാരിക്കുന്ന ആളുകളുടെ, കുറ്റവാളികളായിട്ട് ആരോപിക്കപ്പെടുന്ന ആളുകൾക്കാണ് സർക്കാരിൻ്റെ സഹതാപം കിട്ടുന്നത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു, അവർ സംശയിക്കുന്നു. ഈ പത്രപരസ്യത്തിന് പിന്നിൽ എന്താണ് യഥാർത്ഥ കാരണമെന്നാണ് താങ്കൾ സംശയിക്കുന്നത്? പോലീസിനെ ഇത്ര കണ്ട് ന്യായീകരിച്ചുകൊണ്ട് സർക്കാർ ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ ഒരു പരസ്യം നൽകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ്? അതിൻ്റെ പുറകിൽ ബുദ്ധിശൂന്യതയാണ്. ബുദ്ധിശൂന്യത എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ 5-ാം തീയതി 6-ാം തീയതിയിലെ പത്രങ്ങൾ നോക്കുക, മാതൃഭൂമി നോക്കുക, മലയാള മനോരമ നോക്കുക, മാധ്യമം നോക്കുക, മംഗളം നോക്കുക. ഞാൻ മിക്കവാറും എല്ലാ പത്രങ്ങളും നോക്കുന്ന ആളാണ്. എനിക്ക് തോന്നിയത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സിറാജ് എന്ന് പറഞ്ഞ പത്രം മാത്രമാണ് സാമാന്യം അങ്ങനെ